ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമുക്ക് ഇന്ന് ചിക്കൻ കട്ട്ലറ്റ് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. കട്ട്ലറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 2 പൊട്ടറ്റോ എടുക്കാം. പൊട്ടറ്റോ നന്നായിട്ട് വാഷ് ചെയ്ത് എടുത്തിട്ട് കുക്കറിലിട്ട് ശകലം വെള്ളം ഒഴിച്ചെടുക്കാം. എന്നിട്ട് 2-3 വിസിൽ വെച്ച് നന്നായിട്ട് വെന്ത് വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഉരുളക്കിഴങ്ങിൻ്റെ തൊലി മുഴുവൻ പീൽ ചെയ്ത് കളയണം. അതിനുശേഷം നല്ലൊരു തവി വെച്ചിട്ട് നന്നായിട്ട് ഉടച്ചെടുക്കണം. നന്നായിട്ട് പേസ്റ്റ് പോലെ ഉടച്ചെടുക്കുക. അതിനുശേഷം നമുക്കതവിടെ വെക്കാം. ഇനി നമുക്ക് അതിനകത്ത് ഫില്ലിങ് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഒനിയൻ എടുക്കാം. സവോള നന്നായിട്ടെടുത്ത് വാഷ് ചെയ്ത് നല്ല കുഞ്ഞാണ് നമ്മൾ കട്ടി കുറഞ്ഞരിക്കുക. എന്നിട്ട് നമ്മൾ ഇച്ചിരി വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ അരിഞ്ഞിട്ടുണ്ട്. നമുക്കത് മാറ്റി വെക്കാം. ഇനി നമുക്ക് അതിനകത്ത് വെക്കാനുള്ള ചിക്കൻ്റെ പരിപാടി നോക്കാം. എന്നിട്ട് കുറച്ച് ചിക്കൻ മുളക് ഇട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് പെപ്പർ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള പെപ്പർ ഇട്ടതിന് ശേഷം നമുക്കത് കുക്കറിലേക്ക് വെച്ചിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് 2-3 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. നന്നായിട്ട് വെന്തതിന് ശേഷം നമുക്കത് നന്നായിട്ട് പീസായിട്ട് ഇതുപോലെ വേർതിരിച്ചെടുത്ത് മാറ്റണം. അങ്ങനെ നന്നായിട്ട് നമ്മൾ പീസാക്കിയതിന് ശേഷം നമുക്ക് ഇനി അതിനകത്ത് വെക്കാനുള്ള ഫില്ലിങ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് സവോള ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. നന്നായിട്ട് വഴറ്റി ഒരു ഗോൾഡൻ ഷെയ്ഡ് ആവുന്നിടം വരെ വഴറ്റിയെടുക്കുക. ഇതുപോലെ ഗോൾഡൻ ഷെയ്ഡ് ആയി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് കറി ലീഫും കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഇളക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുക്കുക. ആവശ്യത്തിലുള്ള ചിക്കൻ മസാല ഇട്ട് കൊടുത്തതിന് ശേഷം എഗെയിൻ ഇതിനകത്ത് കുറച്ചും കൂടെ പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടി ഇളക്കിയതിന് ശേഷം നമ്മൾ ആ എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ നമ്മൾ പീസാക്കിയ ചിക്കൻ ഇതിനകത്ത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടെ ഒന്നുകൂടെ മിക്സാക്കി കൊടുക്കുക. അങ്ങനെ നന്നായിട്ടെല്ലാം മിക്സാക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ ഉടച്ചു വെച്ച ആ പൊട്ടറ്റോ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. പൊട്ടറ്റോ മുഴുവൻ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുത്തു. ഇതാണ് നമ്മുടെ ഇതിനകത്ത് വെക്കാനുള്ള ഫില്ലിങ്. അപ്പോൾ നമ്മുടെ ഫില്ലിങ് എല്ലാം എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് നന്നായിട്ട് കയ്യിലെടുത്തിട്ട് കറക്റ്റ് കട്ട്ലേറ്റിൻ്റെ ഷേപ്പിൽ നമുക്ക് എടുക്കുക. അതിന് ശേഷം ഞാൻ 2 എഗ്ഗാണ് എടുത്തിട്ടുള്ളത്. ആ 2 മുട്ട പൊട്ടിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തു. 2 സൈഡും കവർ ചെയ്തതിന് ശേഷം നമ്മൾ ബ്രെഡ് പൗഡറിലോ അല്ലെങ്കിൽ നമ്മുടെ റസ്ക് പൊടിച്ചതിലിട്ട് നന്നായിട്ട് കോട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതുപോലെ എണ്ണയിലിട്ട് നന്നായിട്ട് വറുത്തെടുക്കാം. അങ്ങനെ ഇതാണ് നമ്മുടെ കട്ട്ലേറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.